നമസ്കാരം. അസംഘടിത മേഖലയിലെ തൊഴിലാളികളടക്കം രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും പെൻഷൻ ലഭ്യമാക്കുന്ന പുതിയ മഹത്തായ പെൻഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുകയാണ്. പുതിയ സമഗ്ര പെൻഷൻ പദ്ധതി എങ്ങനെയാണ് പ്രവർത്തിക്കുക, എന്തൊക്കെയാണ് ഉപകാരങ്ങൾ, ഈ വീഡിയോയിൽ എല്ലാം വിശദമായിട്ട് അറിയാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക. രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും പെൻഷൻ ഉറപ്പാക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ പുതിയ സമഗ്ര പെൻഷൻ പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത്. നിലവിലെ അടൽ പെൻഷൻ യോജന, കിസാൻ മന്ദൻ യോജന, ഗിഗ് തൊഴിലാളികൾക്കുള്ള പദ്ധതി എന്നിവ ഒന്നിച്ച് ലയിപ്പിച്ചാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. രാജ്യത്തെ എല്ലാവർക്കും 60 വയസ്സ് തികയുമ്പോൾ പെൻഷൻ എന്നതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് റിപ്പോർട്ട്. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പദ്ധതിയിൽ നിന്ന് വ്യത്യസ്തമാവും ഈ പുതിയ പെൻഷൻ പദ്ധതി. നിലവിലെ ഇ-ശ്രം പോർട്ടൽ കണക്കുകൾ പ്രകാരം 30.67 കോടി അസംഘടിത തൊഴിലാളികളുണ്ട്. മാസം 1000 മുതൽ 1500 വരെ ലഭിക്കുന്ന അടൽ പെൻഷൻ യോജന വഴിയോര കച്ചവടക്കാർ, വീട്ടുജോലിക്കാർ, തൊഴിലാളികൾ തുടങ്ങിയവർക്കുള്ള PMSYM, 60 വയസ്സായാൽ കർഷകർക്ക് മാസം 3000 രൂപ വീതം ലഭിക്കുന്ന കിസാൻ മന്ദൻ യോജന, ഗിഗ് തൊഴിലാളികൾക്ക് പ്രഖ്യാപിച്ച പദ്ധതികൾ തുടങ്ങിയവ ലയിപ്പിച്ചാകും പുതിയ പദ്ധതി നടപ്പാക്കുക. EPF പോലെ പദ്ധതിക്ക് സർക്കാർ വിഹിതമുണ്ടാകില്ല. പകരം നിശ്ചിത തുക മാസം അടച്ച് 60 വയസ്സായാൽ നിശ്ചിത തുക പെൻഷനായി നേടാം. വീട്ടുജോലിക്കാർ, 1 കോടിയിലധികം വരുന്ന ഗിഗ് വർക്കർമാർ, നിർമ്മാണ തൊഴിലാളികൾ, സൈക്കിൾ റിക്ഷ തൊഴിലാളികൾ, സ്വയം തൊഴിൽ കണ്ടെത്തിയവർ, സ്വകാര്യ ജീവനക്കാർ തുടങ്ങിയവർക്കൊക്കെ പുതിയ പെൻഷൻ പദ്ധതി ഗുണകരമാകും. അതേസമയം നിലവിലുള്ള ദേശീയ പെൻഷൻ പദ്ധതിക്ക് പകരമാകില്ല സമഗ്ര പെൻഷൻ പദ്ധതി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. നിങ്ങൾക്ക് ഈ പദ്ധതി ഗുണകരമാണോ? ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകളും അറിയിപ്പുകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.